മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മുഅല്ലിമുൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കുന്ന ആള്, വ മുതഅല്ലിമുഹു, അത് പഠിക്കുന്നവൻ, പഠിപ്പിക്കുന്ന അധ്യാപകൻ, അത് പഠിക്കുന്നവൻ, ലയസ്തഗ്ഫിറു ലഹു കുല്ലു ഷൈഇൻ, അവർക്കുള്ള പ്രത്യേകത, അവർക്ക് വേണ്ടി എല്ലാവരും ഇസ്തിഗ്ഫാർ ചെയ്യും. ഹത്തൽ ഹൂതു ഫിൽ ബഹരി, ഏഴാം ബഹറിന്റെ അടിയിലുള്ള മത്സ്യം വരെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വലിയ ബഹുമതി ആർക്കുള്ളതാണ്? ഇവർക്കല്ലാതെ ഏത് വലിയ ഉന്നത ഡിഗ്രികൾ പഠിക്കുന്ന ഒരാളാണെങ്കിലും അവർക്ക് വേണ്ടി എല്ലാ വസ്തുക്കളും ഭൂമുഖത്തുള്ള മുഴുവനും അവർക്ക് വേണ്ടി പുറക്കലിനെ ചോദിക്കില്ല, അവർക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥന നടത്തില്ല. നേരെ മറിച്ച് ഖുർആൻ പഠിപ്പിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ലോകത്തുള്ള മുഴുവനും ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖുർആൻ പഠിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട് കുറഞ്ഞ സമയത്തോട് ചോദിക്കുന്നു, ഈ ഖുർആൻ ശരിക്ക് പാരായണം ചെയ്യാൻ പഠിച്ച എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? ശരിക്ക് പാരായണം ചെയ്യാൻ ഈ ഖുർആൻ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, അത് പഠിപ്പിക്കുവാനുള്ള ആളുകളുണ്ട്, പഠിക്കേണ്ട സംവിധാനങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. ഒന്ന് ശരിക്കൊന്ന് ഖുർആൻ ഓതാൻ, അത് മനസ്സിരുത്തിയൊന്ന് ഓതാൻ, തെറ്റുകളില്ലാതെ ഒന്ന് ഓതാൻ പറ്റുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും? നോക്കൂ നിങ്ങൾ, ഇതൊരു മഹാ അത്ഭുതമല്ലേ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്? വിശുദ്ധ ഖുർആന്റെ ഏറ്റവും വലിയ സൂറയാണ് സൂറത്തുൽ ബഖറ എന്ന് പറയുന്നത്. അതിന് 286 വചനങ്ങളാണുള്ളത്. ഏറ്റവും ചെറിയതെന്ന് പറയുന്നത് അത് സൂറത്തുൽ കൗസറാണ്. അതിന് 3 വചനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാലും ഇത് മുഴുവനും മഹാത്ഭുതങ്ങളാണ്. ഈ മഹാത്ഭുതത്തെ കുറിച്ച് പഠിക്കാൻ ഇതിന്റെ ആളുകളിൽ നിന്ന് പറയപ്പെടുന്ന നമ്മൾ തയ്യാറല്ലെങ്കിൽ പിന്നീട് ആരാണ് തയ്യാറാവുന്നത്? തയ്യാറാവുന്നവരുണ്ട്, ബുദ്ധിസ്റ്റുകളുണ്ട്, മറ്റുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ ഖുർആനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ അന്യമതസ്ഥരായ ആളുകൾ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്വാസി പറയുന്നതിൻ്റെ അപ്പുറം അതിനെക്കുറിച്ച് പറയാനും പഠിപ്പിച്ചു കൊടുക്കാനും അതിന് മാത്രം ഖുർആനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് പിന്നോക്കം പോയത് ആ വിഷയത്തിൽ? നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് ആർക്കാണ് വ്യക്തമായ രീതിയിൽ തെറ്റില്ലാതെന്ന് ഖുർആൻ ഓതാൻ സാധിക്കുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ അത്ഭുതമായി ഈ വിശുദ്ധമായ റമളാനിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഇറങ്ങിയ വിശുദ്ധമായ ഖുർആൻ, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ ഒരു റമളാനിലെങ്കിലും നമ്മൾ ഇതിന്റെ വാർഷിക വേളയിലെങ്കിലും നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇതുവരെ ആരും കൊണ്ടുവരാൻ കഴിയാത്തൊരു വെല്ലുവിളി ഖുർആനിലുണ്ട്. ഖുർആൻ ചോദിച്ചില്ല നമ്മളോട്, നിങ്ങൾക്ക് ഇന്ന് വരെ 14 നൂറ്റാണ്ട് വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു വെല്ലുവിളി എന്നും നിലനിൽക്കുകയാണ്. അറേബ്യൻ സാഹിത്യത്തിൽ എല്ലാം നേടിയ ആളുകളുണ്ടാകും, ഡോക്ടറേറ്റ് നേടിയവരുണ്ടാകും, അറബിയിലൊക്കെ മണിക്കൂറുകളോളം പ്രൗഢമായ രീതിയിൽ പ്രഭാഷണം നടത്താൻ കഴിയുന്ന അറേബ്യൻ സാഹിത്യത്തിൽ എല്ലാ കഴിവുള്ളവരുണ്ടാകും. അവരെ ഒക്കെ മുൻനിർത്തിയിട്ടാണ് ചോദിക്കുന്നത്. അറേബ്യൻ രാഷ്ട്രങ്ങൾ ജനിച്ചപ്പോഴേ അറബി സംസാരിക്കുന്നവർ, അറബി കേൾക്കുന്നവർ, അവരോടുള്ള വെല്ലുവിളിയാണ് വിശുദ്ധ ഖുർആൻ നടത്തുന്നത്. ഖുർആൻ പറയുന്നുണ്ട്, അത് മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ജിന്നു വൽ ഇൻസു വലാ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅ്തൂന ബിമിസ്ലി വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറാ. എന്തോ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ഖുൽ നബിയെ തങ്ങൾ പറയണം, ലൈൻ ഇജ്തമഅത്തിൽ ജിന്നു വൽ ഇൻസു വൽ ജിന്നു, ആളുകൾ മനുഷ്യർ മാത്രമല്ല ജിന്നുകൾക്ക് പ്രത്യേകമായ കുറെ കഴിവുകളുണ്ട്. പെട്ടെന്ന് പോകാനും വരാനുമുള്ള സംവിധാനങ്ങളുണ്ട്. അവരെയും കൂട്ടിക്കോളൂ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ ഈ ഖുർആൻ പോലത്തെ ഒന്ന് നിങ്ങൾ കൊണ്ടുവരുമോ? നിങ്ങൾ അവർക്കത് കൊണ്ടുവരാൻ കഴിയില്ലെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞതാണ്. ഒരാൾക്കും അതിന് കഴിയില്ല. ഇന്നും ആ വെല്ലുവിളി നിലനിൽക്കുകയാണ്. വിശുദ്ധമായ ഖുർആന്റെ ഈ വെല്ലുവിളി നോക്കൂ നിങ്ങൾ. പഴയ കാലത്ത് നാരോളം വരുന്ന വലിയ സാഹിത്യകാരന്മാർ, അറേബ്യൻ സാഹിത്യകാരന്മാരെ കുറിച്ച് പറയുമ്പോഴേ അള്ളാന്റെ റസൂലിന്റെ കാലത്തൊക്കെ വലിയ വലിയ ആളുകളാണ് ഉണ്ടായിരുന്നത്. അബ്ദുൽ മലിക് ഉണ്ട്, അബൂ ഷാക്കിർ ഉണ്ട്, ഇബ്ൻ മുഖന്നഇ ഉണ്ട്, അബിൽ ഔജാ ഉണ്ട്. ഇജ്തമഉ ഫിൽ ഹറമി അയ്യാമൽ ഹജ്ജ്, അവര് 3-4 പേര് ഹജ്ജ് വേളയിൽ ഹറമിൽ ഒരുമിച്ച് കൂടുകയാണ്.
ഫജറത്ത് ബൈനഹും മുഹാദസത്തുൻ ബലാഗത്തുൽ ഖുർആനി. ഈ ഖുർആന്റെ സാഹിത്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഏറ്റവും വലിയ ടോപ്പിലുള്ള ആളുകളാണ്. അവരിതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ അവർ തീരുമാനിച്ചു. ഖുർആന്റെ വെല്ലുവിളിയായത് ഈ വെല്ലുവിളി നമുക്ക് സ്വീകരിക്കണം. ഇതുപോലെയുള്ള കുറച്ച് വചനങ്ങൾ വന്ന് കൊണ്ടുവരൂ എന്നാ ഖുർആൻ പറഞ്ഞത്. ഏറ്റവും ചെറിയത് സൂറത്തുൽ കൗസറാണ്, ഏറ്റവും വലുത് ബഖറ സൂറയാണ്. ഏറ്റവും ചെറുതും വലുതും ഒന്നുപോലും കൊണ്ടുവരൂ എന്നുള്ള വെല്ലുവിളി അത് നമുക്ക് ഏറ്റെടുക്കാവുന്നതാണ്. അവർ എല്ലാവരും കൂടി അത് ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് അവർ അവരെ കൊണ്ട് കഴിവിന്റെ പരമാവധി 18 അടവും പമ്പരേറുമ്പതിന്റെ പുറത്തുള്ള പണിയും അവർ പഠിച്ചു ഒന്ന് കൊണ്ടുവരാൻ. പക്ഷെ അവർക്കതിന് സാധ്യമായി വന്നില്ല. അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഈ ഖുർആൻ പോലെ കൊണ്ടുവരാൻ ഒരുങ്ങിയാൽ അതുപോലെയുള്ള ഖുർആൻ കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് വ്യക്തമായി പറയുകയാണ്. ഖുർആനിൽ എല്ലാം ഉണ്ട് എന്ന് പറയും, ഖുർആൻ നോക്കിയാൽ എല്ലാം കിട്ടുമെന്ന് പറയും. മഹാനായ അലി റളിയല്ലാഹു അൻഹു 14 നൂറ്റാണ്ട് മുമ്പ് ഒരു സ്ത്രീ 2 സ്ത്രീകളിൽ ഒരു തർക്കം ഉണ്ടായി. ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും 2 മാതാക്കൾ കണ്ടുകൊണ്ട് പറഞ്ഞു ഇത് എൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞു. മറ്റവൾ പറഞ്ഞു ഇതെൻ്റെ കുട്ടിയാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും 2ൽ ഒരാളതാണ്. പക്ഷെ ആരതാണ് എന്ന് ഇന്നത്തെ പോലെ ഇന്ന പരിശോധന നടത്താനൊന്നും വന്നില്ലല്ലോ. അന്ന് ഖുർആൻ നോക്കിയിട്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു 14 നൂറ്റാണ്ട് മുമ്പ് 2 പെണ്ണുങ്ങന്മാരുടെ തർക്കം ആൺകുട്ടിയുടേതാണോ ഉമ്മ അതല്ല പെൺകുട്ടിയുടേതാണെന്ന് തീരുമാനിക്കാൻ വിശുദ്ധമായ ഖുർആനാണ് അന്ന് അതിന് പരിഗണിച്ചിരുന്നത്. അതിനെ അവലംബിച്ചുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് 2 സ്ത്രീകളുടെയും മുലപ്പാല് കൊണ്ടുവരണം. 2 സ്ത്രീകളുടെയും മുലപ്പാല് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഈ പാലിന് കുറച്ച് കട്ടിയുള്ള പാലാണ്. പെൺകുട്ടിയുടെ പാലിന് ആ ഉമ്മാന്റെ പാലിന് കട്ടി വളരെ കുറവായിരിക്കും. എന്താ കാര്യം എന്നറിയോ? അതിന് അദ്ദേഹം കണ്ടെത്തിയത് അനന്തവകാശ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ ആണിന് 2 ഓഹരിയാണ് പെണ്ണിനേക്കാളേറെ. ഈ ഒരു വചനം പിടിച്ചുകൊണ്ടാണ് 2 പെണ്ണുങ്ങൾക്കിടയിലുണ്ടായ തർക്കത്തിന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പരിഹാരം കാണുന്നത്. എന്നിട്ടോ അത് ശരിയാണോ? 2014 ഇത് സംബന്ധമായി വലിയൊരു പഠനം നടക്കുന്നത്. അങ്ങനെ പഠനം നടക്കുമ്പോൾ ആ കാണുന്ന വിഷയത്തിൽ നിങ്ങൾ ഈ ഒരു പെണ്ണിനും ആണുള്ള വ്യത്യാസം എന്താ അറിയോ? ഈ 2014 കണ്ടെത്തിയത് ആൺകുട്ടിയേതാകുമ്പോൾ കൊഴുപ്പ് കൂടുതലുണ്ട്, അതുപോലെ പ്രോട്ടീൻ കൂടുതലുണ്ട്. നേരെ മറിച്ച് പെണ്ണിൻ്റെത് കാൽസ്യം. അതാണ് ഈ 2 വിഷയങ്ങളും കണ്ടെത്തിയത്. ഇപ്പൊ 2014 ഇത് പിടിച്ചുകൊണ്ടാണ് പാലിന്റെ കട്ടി നോക്കിയിട്ട് ആണിന്റെയും പെണ്ണിന്റെയും മാതാവിനെ വേർതിരിക്കാൻ പോലും അന്നത്തെ കാലഘട്ടങ്ങളിൽ ഖുർആനാണ് വിനിയോഗിച്ചത്. എത്രയോ മഹാത്ഭുതങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലും വിശുദ്ധമായ ഖുർആനിലേക്ക് പോയാൽ ആ ഖുർആൻ നമ്മുടേതാണ്. അത് ലോകത്തിന് ഹൃദയാണ്. അത് മാറോട് ചേർത്ത് പിടിച്ച് ശരിക്കൊന്ന് ഒഴിഞ്ഞിരുന്ന് ഓതാനുള്ള മനസ്സെങ്കിലും നമുക്ക് വേണം. ഈ വിശുദ്ധമായ ഖുർആനിന്റെ ഇറങ്ങിയ മാസത്തിന്റെ പുണ്യ ദിനരാത്രങ്ങൾ അല്ലെങ്കിൽ ഇത് കേൾക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. അത് അറിയാത്തവർ പഠിക്കാനുള്ള തന്റെ ഇടം കാണിക്കണം. ഏറ്റവും വലിയവൻ അവരാണ് ഏറ്റവും ഉന്നതർ. അവർക്കാണ് രാജകീയമായ കിരീടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ഖുർആൻ മാറോട് ചേർത്ത് പിടിച്ചത് പഠിച്ചത് പകർത്താനുള്ള ഒരു സന്നദ്ധതയെങ്കിലും ഈ വിശുദ്ധമായ റമദാൻ ഇറങ്ങിയ മാസത്തിൽ നമുക്കുണ്ടാവണം. അള്ളാഹുവിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം